ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സവാളയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ വളരെ പെട്ടെന്ന് തന്നെ റോസ്റ്റഡ് മസാലയെല്ലാം ചേർത്ത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി തന്നെ വാഷ് ചെയ്ത് വെച്ചതാണ്. ആദ്യം ഒരു അല്പസമയം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് ഈ സമയം കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേക്കും മസാലയെല്ലാം ഒന്ന് ചിക്കനിൽ പിടിച്ച് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്കുള്ള മല്ലിയും പെപ്പറും എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതൊന്നും കരിഞ്ഞു പോകാതെ സിമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ചിക്കനിലുള്ള വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായി തന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. തിന്നായിട്ട് തന്നെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതെല്ലാം കൂടി ചിക്കനിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് സവാളയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ചിക്കൻ്റെ കൂടെ ഇതൊന്ന് റെഡിയായി വന്നോളും. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഇതുപോലെ നല്ല കനം കുറച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചതാണ്. ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ മല്ലിപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ പെരിഞ്ജീരകവും മല്ലിയും കുരുമുളകും എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ. എല്ലാം കൂടി നന്നായി തന്നെ ചിക്കനിലൊന്ന് പിടിച്ച് വരണം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് ഉപ്പ് അല്പം കുറവായിരുന്നതുകൊണ്ട് അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് മൂടി വെച്ച് നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്.
ഇപ്പോൾ ചിക്കനെല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിരുന്നില്ല. ഞാൻ ഈ സമയത്ത് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി അരച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇതുപോലെ അരച്ചൊന്ന് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പെരട്ട് പോലെ എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം അല്പം വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ലാസ്റ്റിൽ കുറച്ച് വേപ്പിലയും വെളിച്ചെണ്ണയെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ചിക്കൻ റോസ്റ്റിന് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചിക്കൻ റോസ്റ്റ് ഇപ്പോൾ റെഡിയായ ശേഷം പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ റോസ്റ്റ് നമുക്ക് തിരക്കുള്ള സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. താങ്ക്